ഈ വഴിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അപാര വ്യൂ ആണ്. നല്ല മലകളുടെ കാഴ്ചയൊക്കെ ആസ്വദിച്ച് ഇറക്കമൊക്കെ ഇറങ്ങി പോകാം. പക്ഷേ ഡേഞ്ചർ ഇറക്കമൊക്കെയാണ്, അതാണ് പ്രശ്നം. ഈ ഇറക്കം ഇറങ്ങി വന്നിട്ട് ആക്സിഡന്റ് ഉണ്ടായ ഒരു വണ്ടി കാണുന്നത് കേട്ടോ. ഒരു പിക്കപ്പാണേ. എത്ര നാളായെന്ന് അറിയത്തില്ല ആക്സിഡന്റ് ഉണ്ടായിട്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങി വന്നപ്പോഴേക്കും നമുക്ക് പഴയ രീതിയിലുള്ള ഒരു കട കാണാതെ, മുഴുവൻ തടി തീർത്താക്കുന്ന കേട്ടോ. ഈ രീതിയിലുള്ള കടകൾ ഇന്നത്തെ കാലത്ത് നമുക്ക് വളരെ വിരളമായിട്ടേ കാണാൻ സാധിക്കുള്ളൂ. പഴയതിനെല്ലാം ഒരു എന്നാ പറയുക, ഒരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യത്തിലുള്ളൊരു കട. പക്ഷെ ഇത് പ്രവർത്തിക്കുന്നൊന്നുമില്ല കേട്ടോ. ഹായ്, ടിജോയ് ആണ്. ഇന്ന് നമ്മൾ പോകുന്നത് വാഗമണിലേക്കാണ്. വാഗമണിൽ അധികമായി എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു റോഡ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ വാഗമണിൽ നിന്ന് നമ്മൾ വെള്ളികുളത്തേക്ക് പോകുന്ന ഒരു റോഡുണ്ട്, ഒരു 6 കിലോമീറ്റർ ദൂരത്തിൽ. ഒരുപാട് വളവും തിരിവും കയറ്റവും ഇറക്കമുള്ള ഒരു മനോഹരമായ ഒരു വഴിയാണ്. അപ്പോൾ ആ വഴിയിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വില്ലേജ് വ്ലോഗ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പുള്ളിക്കാനത്ത് നിന്ന് വാഗമൺ പോകുന്ന വഴിക്ക് ഇവിടെ എത്തിയിട്ട് ഇവിടെ ബീവറേജ് ഉണ്ട് കേട്ടോ. വെള്ളികുളത്തിന് പോകാൻ വേണ്ടിയുള്ള നമ്മുടെ വഴിയിലോട്ടത് ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ വെള്ളികുളത്തേക്ക് പോകുന്നത്. ഇവിടുന്ന് 6 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. ഈ പരിസരങ്ങളിലെല്ലാം നമുക്ക് തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചയും ഇത് കാണുന്ന എല്ലാ റിസോർട്ടും പാറയുടെ ഒക്കെ കാഴ്ചകളൊക്കെ കാണാതെ ഈ വഴിക്കാണ് നമ്മൾ വാഗമണ്ണ് പോകുന്നത്. ഇവിടെ കാണുന്ന കേട്ടോ വാഗമണ്ണിലെ ബീവറേജ്. അപ്പോൾ ദിലീപ് ബ്രോ, ഉറക്കം തന്നെ കയറ്റമാണല്ലോ. നല്ല കുത്ത് കയറ്റമാണോ? എങ്ങനെയാണ് പോയി കയറ്റമാണ്. മഴ വെയില് അങ്ങനെ ഒരു പ്രത്യേക കാലാവസ്ഥയല്ലേ. വെയിലുകളിയാണ് നല്ലത്. ഇവിടുന്ന് 6 കിലോമീറ്റർ ഉള്ളു വെള്ളികുളത്തേക്ക്. എവിടെ തന്നെ ആടുന്ന അതായത് നമ്മൾ വാഗമണ്ണി എന്നിട്ട് റോഡിലോട്ട് ചെന്നിട്ടുണ്ടോ വെള്ളികുളം പോകാൻ. ആദ്യമായിട്ട് വരുന്നുണ്ട്. അതിന്റെ റോഡിന്റെ അവസ്ഥ ഒന്നും നമുക്കറിയില്ല അല്ലേ. വഴി എങ്ങനെയുണ്ടെന്ന് ചെന്ന് കഴിയുമ്പോ റോഡിന്റെ ഇരു സൈഡുകളിലും ധാരാളം പേര മരങ്ങൾ കാണാം. ഒരു മൊബൈൽ ടവറൊക്കെ നിൽപ്പുണ്ട്. നമ്മൾ പാലൊഴുകുംപാറ പോയല്ലേ, ഏതാണ്ട് അതുപോലെ ഒരു സംഭവം അല്ലേ. ഇത് മൺതിട്ട മുറിച്ച് റോഡുണ്ടാക്കിയേക്കുന്നു. ഇതുപോലെ പാലൊഴുകുംപാറയിലും ഉണ്ട്, നമ്മുടെ രാമപുരത്തും ഉണ്ട്. നല്ല അടാറ് വ്യൂ ആണ്. മലകളുടെയും ഗ്രാമങ്ങളുടെയൊക്കെ ദൂരക്കാഴ്ചയൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതേ നമ്മൾ ഇറങ്ങി വന്ന വഴിയായി കാണുന്നത് കേട്ടോ. നല്ല കുത്തിറക്കവും വളവും തിരിവുള്ള വഴിയാണേ. എന്താ പാറയൊക്കെ കണ്ടു, പാറയൊക്കെ പൊട്ടിച്ചാണ് ഈ റോഡ് ഉണ്ടാക്കിയത്. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല അട്ടാറ് വ്യൂ ആ. ഇതേ കാണുന്ന നമ്മുടെ വാഗമൺ ഈരാറ്റുപേട്ട റോഡാണേ ഈ കാണുന്നത്. ഇതിലൂടെ എല്ലാം ചെറിയ കൈത്തോടുകൾ ഒഴുകുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ കുത്തിറക്കം ഇറങ്ങി താഴോട്ട് പോകാട്ടോ. ഈ വഴിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അപാര വ്യൂ ആണ്. നല്ല മലകളുടെ കാഴ്ചയൊക്കെ ആസ്വദിച്ച് ഇറക്കമൊക്കെ ഇറങ്ങി പോകാം. പക്ഷേ ഡേഞ്ചർ ഇറക്കമൊക്കെയാണ്, അതാണ് പ്രശ്നം. വളവും തിരിവുള്ള നല്ല കുത്തിറക്കമാണ്. ഒരുപാട് ഇങ്ങനെ ചെറിയ ചെറിയ വളവുകളാണ്. റോഡിലൊക്കെ ഒരുപാട് കുടംപുളികൾ കിടപ്പുണ്ട്. റോഡ് ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ വളവിൻ്റെ അവിടെയൊക്കെ പോയി കിടക്കുന്നുണ്ട്. പക്ഷികളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ പക്ഷികളെ നമുക്ക് കാണാം. ഈ വഴിക്കൊക്കെ ചെറിയ ചെറിയ വാഹനങ്ങളെ വരുള്ളൂ കേട്ടോ. കാറും അതുപോലെ സ്കൂട്ടർ, ബൈക്ക് അങ്ങനെ തുടങ്ങിയ വാഹനങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ. വലിയ വണ്ടികൾക്ക് വരാൻ പറ്റുന്ന രീതിയിലുള്ള റോഡല്ല. റോഡിന്റെ വളവിലെല്ലാം ഗട്ടറാണ് കേട്ടോ. വലിയ വളവുകളൊക്കെ ആയിട്ട് നമ്മളതേ വെള്ളികുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു.
ഇതേ മേളിയിലെ മലയിൽ നമ്മൾ ഇറങ്ങി വന്നു കേട്ടോ. മലകളെല്ലാം നല്ല അടിപൊളിയായിട്ട് തെളിഞ്ഞാണ്. എല്ലായിടത്തും തന്നെ ഹെയർ പിൻ വളവുകളാണ്. ഒരു വളവ് തീരുമ്പോൾ അടുത്ത വളവ്, ആ രീതിയിലാണ് ഇവിടുത്തെ റോഡിൻ്റെ നിർമ്മാണം. ഈ റോഡിൻ്റെ സൈഡിലെല്ലാം നമുക്ക് മലയിഞ്ചി നട്ടു വെച്ചേക്കുന്നതിൻ്റെ ഒരു കാഴ്ച കാണാം. ഇവിടെയൊക്കെ ആൾക്കാർ ഓരോരോ പണികൾ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടേക്ക് എത്തിയപ്പോഴേക്കും നമുക്ക് വീടുകളൊക്കെ കാണും. ഇവിടെ എന്തോ നേരത്തെ ഒരു ആക്സിഡന്റ് ഉണ്ടായേ. ഇതൊരു വണ്ടി കിടപ്പുണ്ട്, പിക്കപ്പ് ഉണ്ടോ. ഈ ഇറക്കം ഇറങ്ങി വന്നിട്ട് ആക്സിഡന്റ് ഉണ്ടായ ഒരു വണ്ടിയായി കാണുന്നത് കേട്ടോ. ഒരു പിക്കപ്പാണേ. എത്ര നാളായെന്ന് അറിയത്തില്ല ആക്സിഡന്റ് ഉണ്ടായിട്ട്. എന്തായാലും എൻ്റെ ഫ്രണ്ടൊക്കെ നന്നായിട്ട് ഇടിഞ്ഞ് ചളുങ്ങിപ്പോയി കേട്ടോ. ഇതുണ്ടോ എവിടെ കയറി നിൽക്കുന്നത് നോക്കി. ഓ ദൈവമേ. അപ്പോൾ നമ്മളിത് ഈ വഴിക്ക് ഇറങ്ങി വന്നിട്ട് ഇതുണ്ടോ, നമുക്കിതേ അടുത്തൊരു ഹെയർ പിൻ വളവോട് ഇറങ്ങി താഴോട്ട് പോകണം. അത്യാവശ്യം ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ മാത്രമേ ഈ വഴിക്ക് സഞ്ചരിക്കാവുള്ളൂ കേട്ടോ. കാരണം ഒരുപാട് കുത്തിറക്കങ്ങളും കയറ്റങ്ങളും ഉള്ള വഴിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടുന്ന് കാണുന്ന വാഗമൺ ഈരാറ്റുപേട്ട റോഡ് കേട്ടോ. അവിടെ നമുക്കൊരു വീട് കാണാം. പക്ഷേ വീട്ടിൽ നിന്നും ആൾത്താമസമില്ലെന്ന് തോന്നുന്നു കേട്ടോ. മുഴുവൻ വെള്ളം പിടിച്ച് കയറി കിടക്കുന്ന ഒരവസ്ഥയാണ്. ഇവിടെ ദൂരപരിധി 30 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വഴിക്ക് ആൾ സഞ്ചാരം വളരെ കുറവാട്ടോ. ഞങ്ങൾ ഇറങ്ങി വന്നിട്ട് പോലും 1-2 ബൈക്കുകൾ കയറി പോകുന്നുള്ളൂ. കാരണം ഈ വഴിയെക്കുറിച്ച് അത്യാവശ്യം ആൾക്കാർക്ക് അറിയാമെന്ന് തോന്നുന്നു. ഡേഞ്ചർ വഴിയായതുകൊണ്ട് അതുകൊണ്ടാവാം ആൾക്കാർ ഈ വഴിക്ക് സഞ്ചരിക്കാത്തത്. ഈ വഴിക്ക് ദൂരം കുറവാണെങ്കിലും ആൾക്കാർ കൂടുതലും ആശ്രയിക്കുന്നത് ഈരാറ്റുപേട്ട വാഗമൺ റോഡാട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി ആണല്ലോ നമുക്ക് മുഖ്യം. അതുകൊണ്ടായിരിക്കാം ആൾക്കാർ ഈ വഴിക്ക് കുറച്ച് സഞ്ചരിക്കുന്നത്. പിന്നെ അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഈ വഴിക്ക് വരാറുണ്ട്. ഇതാ നമുക്കൊരു ചെറിയ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഉണ്ട്. ഈ വഴി പൊട്ടിപ്പൊളിഞ്ഞ് എടുക്കട്ടോ താഴോട്ടിന്. ഇത് ഇവിടെ താഴെ ഒരു തോട് കാണാം. ഇത് ഇവിടെയൊക്കെ കാപ്പിത്തോട്ടം ഉണ്ട്. കാപ്പിയൊക്കെ നിൽക്കുന്നതിൻ്റെ ഒരു കാഴ്ച. നമ്മളിപ്പോൾ ഇറങ്ങി വന്ന വഴി കണ്ടോ. ഇപ്പോൾ ഈ വഴി അങ്ങോട്ടിനി മോശം വഴി കേട്ടോ. ഉണ്ടോ റോഡിൻ്റെ അവസ്ഥയാണ്. ഇതുണ്ട് ഇവിടെ കണ്ടൊരു ചെടിയാണ്, നല്ല ചുവന്ന കളറുള്ള ഈ ചെടി. അപ്പോൾ നമ്മൾ ഇറങ്ങി വന്നപ്പോഴേക്കും നമുക്ക് പഴയ രീതിയിലുള്ള ഒരു കട കാണാവേ. മുഴുവൻ തടി തീർത്താക്കുന്ന കേട്ടോ. ഈ രീതിയിലുള്ള കടകൾ ഇന്നത്തെ കാലത്ത് നമുക്ക് വളരെ വിരളമായിട്ടേ കാണാൻ സാധിക്കുള്ളൂ. പഴയതിനെല്ലാം ഒരു എന്നാ പറയുക, ഒരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യത്തിലുള്ളൊരു കട. പക്ഷെ ഇത് പ്രവർത്തിക്കുന്നൊന്നുമില്ല കേട്ടോ. തോട് കാണാവേ, അത്യാവശ്യം വലിയൊരു തോടാണ്. ഒരു പാലമൊക്കെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ തോട്ടിലെ കാഴ്ചകൾ. അപ്പം അതേ നമ്മൾ ആ പഴയ കടമുറിയെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ വെള്ളിക്കുളം ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ്. ഇനിയിപ്പോൾ ഏകദേശം ഒരു കൂടിപ്പോയ 1-1.5 കിലോമീറ്റർ കാണുള്ളായിരിക്കും. ഇവിടെ എപ്പോഴേക്കും ജനവാസ മേഖലയായി. ഒരുപാട് കൃഷിയും കാര്യങ്ങളും വീടുകളെല്ലാം നമുക്ക് കാണാം കേട്ടോ. അപ്പം നമ്മൾ കണ്ട മോശം വഴിയൊക്കെ മാറിയിട്ട് നല്ല വഴിയായിട്ടോ. അപ്പോൾ കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ മോശം. ഏകദേശം ഒരു 100 മീറ്റർ അടുത്തൊക്കെ ഉള്ളൂ മോശം വഴി. ബാക്കിയെല്ലാം നല്ല വഴിയാണ്. അതെ നമ്മൾ ഈ കയറ്റം കയറാൻ പോവാ കേട്ടോ. ഇറക്കമെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ കയറ്റം കയറാൻ പോവാം. ഇനി വളവും തിരിവുള്ള കയറ്റമൊക്കെ കയറി നമ്മളങ്ങനെ വെള്ളിക്കുളത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കയറ്റം കയറി ചെല്ലുമ്പോഴേക്കും വെള്ളിക്കുളം ടൗണാണെന്ന് തോന്നുന്നു. അവിടെ ബോർഡൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈരാറ്റുപേട്ട, പാല, വാഗമണ്ണൊക്കെ ബോർഡുകളോട് സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വാഗമണ്ണിൽ നിന്ന് ആരംഭിച്ച നമ്മുടെ യാത്ര 6 കിലോമീറ്റർ പിന്നിട്ട് നമ്മൾ വെള്ളിക്കുളത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നേരെ താഴേക്ക് പോകുന്ന റോഡ് ഈരാറ്റുപേട്ടയും മേളിലോട്ട് പോകുന്ന റോഡ് വാഗമണ്ണുമാണ്. അപ്പോൾ വെള്ളിക്കുളത്ത് എത്തിയപ്പോഴേക്കും നമുക്കൊരു ബോർഡ് കാണാവേ. മൂലമറ്റ ഈ വഴിക്ക് പോയി 25 കിലോമീറ്റർ. അപ്പോൾ ഈ വഴിക്ക് നമുക്ക് വാഗമണ്ണിൽ ചെന്ന് പുള്ളിക്കാരൻ ചെന്നിട്ടേ നമുക്ക് മൂലറ്റം പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബായ്.